ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഏവർക്കും തിരുപ്പിറവിയുടെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നിറഞ്ഞുകൊള്ളുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ചെറിയ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് എൻ്റെ വല്യമ്മച്ചിയെ നഷ്ടമാവുകയുണ്ടായി. അപ്പോൾ അമ്മച്ചിയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഞാൻ സേവനമനുഷ്ഠിക്കുന്ന പഞ്ചാബിൽ നിന്നും നാട്ടിലെത്തിച്ചേരേണ്ട ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ രാത്രിയിൽ ഞാൻ ഈ പഞ്ചാബിൽ നിന്നും ഡൽഹി എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആ യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഡൽഹിയോടടുക്കുമ്പോഴത്തേക്കും മൂടൽമഞ്ഞിനാൽ ഞങ്ങളുടെ വാഹനം ഉടഞ്ഞു. അതിനാൽ ഞങ്ങൾക്ക് ഒന്നും കാണുവാനായിട്ട് സാധിക്കാത്ത ഒരു അവസരമുണ്ടായി. അത്തരത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങളങ്ങനെ വിഷാദിച്ച് നിൽക്കുമ്പോൾ ഒരു വലിയ ലോറി ഞങ്ങളുടെ മുന്നേ നീങ്ങുന്നുണ്ടായിരുന്നു. ആ ലോറിയുടെ ഒരു അരണ്ട വെളിച്ചത്തിൽ ഞങ്ങളും ആ ലോറിയെ പിന്തുടർന്ന് മുന്നോട്ട് പോയി. അത്തരത്തിൽ കിലോമീറ്ററുകളോളം ആ ലോറി ഞങ്ങൾക്ക് മുമ്പേ വഴി നടന്നു. അങ്ങനെ ആ ഒരു വെളിച്ചത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാനായിട്ട് സാധിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ക്രിസ്മസിലും ഇതുപോലെ ഒരു അനുഭവം നമുക്ക് സുവിശേഷത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ 3 രാജാക്കന്മാർക്ക് ഒരു പ്രകാശമായിട്ട് നക്ഷത്രം വഴി നടത്തിയ ആ ഒരു അനുഭവം. നക്ഷത്രത്തിൻ്റെ ആ വെളിച്ചത്തിലാണ് 3 രാജാക്കന്മാർ ഈശോയെ സന്ദർശിക്കുന്നത്. ഈശോയ്ക്ക് പൊന്നും മീറയും കുന്തിരിക്കവും സമർപ്പിക്കുവാനായിട്ട് ആ രാജാക്കന്മാർക്ക് സാധിക്കുന്നത്. അത്തരത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും അന്ധകാരം നിറഞ്ഞ നിമിഷങ്ങളുണ്ടാകാം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അന്ധകാരത്തിൻ്റെ കൂരിരുട്ടിൻ്റെ അത്തരത്തിൽ ദുർബലതകളുടെ ഓരോരോ നിമിഷങ്ങളിലും ഒരു നക്ഷത്രമാകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ് ഇന്നത്തെ ഈ ഒരു ക്രിസ്മസിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. നക്ഷത്രങ്ങളായി തീരുക, പ്രശോഭിക്കുന്ന, മറ്റുള്ളവർക്ക് പ്രകാശമേകുന്ന, അവരുടെ പാതയിൽ ദീപ്തിയേകുന്ന, അവരെ മുന്നോട്ട് നയിക്കുന്ന നക്ഷത്രങ്ങളാകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഈ ക്രിസ്മസ് കാലത്തിൽ പരിശ്രമിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.